ഹലോ കൂട്ടുകാരെ, പൊന്നൂസ് രുചിക്കൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ വരുമല്ലേ. നമ്മൾ ഇന്ന് ഓണം ആയതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ ഒരു 400 ഗ്രാമിന്റെ അടപ്രഥമൻ വെക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു 400 ഗ്രാം അടയാണ്. അട നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അട 400 ഗ്രാം. പിന്നെ ഒരു 100 ഗ്രാം ചവ്വരി, അത് വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുക. ചേർക്കാനുള്ള മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിടാം. ഇതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇടുവാണ്. ഇട്ടാൽ നല്ലതാണ്. ഇത് വറുത്ത് കോരി ഇടുമ്പോൾ നല്ലതാണ്. ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കപ്പൊടി, 100 ഗ്രാം നെയ്യ്, തേങ്ങ തിരുമ്മി വെച്ച് 1-ാം പാല് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് 2-ാം പാല്. നമ്മുടെ ശർക്കര ഇത് വെള്ളത്തിലോട്ട് ഇട്ടിരിക്കുകയാണ്. നമ്മൾ ശർക്കര നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. അത് നല്ല അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരിച്ചു വെക്കുന്നത് മണ്ണും പൊടിയൊക്കെ കാണും. അത് കൂട്ടുന്നത് നമ്മൾ ചട്ടി വെച്ച് അടുപ്പ് തീ കത്തിച്ച് വരുന്നത്. അതുകൊണ്ട് ചൂടായി കിടന്ന ചട്ടി നമ്മൾ ചക്കര കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലൊന്ന് പാവമാണ്. നല്ല നൂരി റെഡിയാവും. പകുതി ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ചവ്വരി ഇടാം. നമ്മുടെ ശർക്കര നല്ലപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ചവ്വരി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അന്ന് പൂന്നിരിക്കും ചവ്വരി. അത് ഇതിനകത്ത് കിടന്നു നന്നായി വെന്ത് കിട്ടും. പുതുന്നായോണ്ട് പുതുക്കണം. പുതുത്താലും നല്ലപോലെ വേഗം. നമ്മുടെ ശർക്കര നല്ല തിക്കായി നല്ല അത് നല്ല റെഡി ആയിട്ടുണ്ട്. കേട്ടെ, ഈ പരുവ് നല്ല മുറിഞ്ഞ് പോയി ഇടാതെ ആ ചവ്വരി ശർക്കരയും കൂടെ നല്ല. ഇത് എളുപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കും. നമ്മൾ ശർക്കര റെഡിയാകുമ്പോൾ സാധാരണ അട മുഴുകി വെള്ളത്തിലൊക്കെ ഇടും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമില്ലാതെ അട നമുക്ക് വേറെ രീതിയിലുണ്ടാക്കും. നമ്മൾ അട മുഴുകും വെള്ളം വെച്ച് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടയും കൊണ്ട് ഇട്ട് കൊടുക്കും. പെട്ടെന്ന് 400 ഗ്രാം അടയുണ്ട്. നന്നായിട്ട് ഇളകി ഇവിടെ കട്ടിയാവുക. ഇത് അട ഇട്ടിട്ട് ഇളകി കൊടുക്കണം. അത് ഒട്ടാതെ നമ്മൾ കോരിക്ക് തണുത്ത വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് ദൈവം തന്നെ കോരി അതിനകത്തോട്ട് ഇട്ടാൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി നടക്കും. ഇന്നലെ ഒട്ടിപ്പിടിക്കുന്നതല്ല ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് നടത്തി വയ്ക്കും. 10 മിനിറ്റ് നടത്തി നല്ലോണം നടക്കും. അതിൻ്റെ നല്ല ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ പ്രഥമൻ പിടിക്ക് നല്ല ടേസ്റ്റ്. ഇങ്ങനെ ഉരുകിയെടുക്കും. ചവ്വരി അതോട് ഉരുകി കഴിക്കുമ്പോൾ നമുക്ക് അടയും കൊടുക്കും. എളുപ്പമല്ലേ. ചിലവരൊക്കെ ആണെങ്കിൽ അട പിന്നെ ഒഴുകി പച്ചവെള്ളത്തിൽ ഇടും തണുക്കാൻ. തണുപ്പിച്ച് പിന്നെ അന്നേരം ഇതിന് ആ ടേസ്റ്റ് സംഭവം. ഇത് അങ്ങനെ വേണ്ട. ഇതിനോട് തിളച്ച് ഇതിന് പൂരി ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ അട അടുപ്പിലോട്ട് വെച്ചാൽ നമ്മൾ നോക്കാം. അടിപൊളിയാണ്. തിളച്ചിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉണ്ടാവും. ഇനി നമുക്കിത്
തീ കൊണ്ട് കരുതാം. ഇതുപോലെ ഇങ്ങനെ തന്നെ ഒരു ശർക്കരയ്ക്കകത്തുണ്ട്. ഇളകി പൊട്ടി പിടിക്കത്തില്ല, എളുപ്പമാണ്. നമ്മുടെ കണ്ടോ, ഇങ്ങനെ ഇടുമ്പോൾ ഒറ്റ ഒരെണ്ണം ഉറത്തി ഒട്ടത്തില്ല. കണ്ടോ, ശർക്കരയ്ക്കകത്ത് നല്ല എന്തോട്ട് ഒരെണ്ണം ഉറത്തി ഒട്ടിട്ടില്ല. കേട്ടോ, അടിപൊളിയായിട്ട് അങ്ങനെ എളുപ്പം വഴിയായത്. വെള്ളം ശർക്കര ഭാവമാക്കുന്നതനുസരിച്ച് വെള്ളം ചൂടായി കഴിഞ്ഞാൽ അത് അടയിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് വരും. കണ്ട വെന്ത് ഒരെണ്ണം ഉറത്തി ഒട്ടിട്ടില്ല. എളുപ്പം പോലെ കൊണ്ട് ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ അത് രണ്ടാം പാല് കൊണ്ട് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് നിലക്കും. ഇതാണ് പരിപാടി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി. അങ്ങനെ വേവിച്ച് തണുത്ത വെള്ളത്തിൽ ഇടാതെ ഇങ്ങനെ തന്നെ ഇടുന്ന ടേസ്റ്റ് കൂടുതൽ. ഇത് പച്ചവെള്ളത്തിൽ ചെയ്യാൻ വരും. അട വേവിച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് തണുത്ത് ഇങ്ങനെ ഊരി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും അട കണ്ടോ ഒരെണ്ണം പോലെ ഒട്ടിപ്പിടിക്കുന്നില്ല. എളുപ്പ വഴിയത്. നമ്മൾ അടയിട്ടിട്ട് അത് കോരി തണുത്ത വെള്ളത്തിൽ ഇട്ട് അത് പിന്നെ കോരി അത് ടേസ്റ്റ് പോകും. ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റ്. ഇതിനകത്ത് കിടന്ന് നല്ലപോലെ കണ്ടോ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അത് ഒന്ന് റെഡി ആയിരിക്കും. തിളച്ച് അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് പല ചേർക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് ഇതിനകത്ത് ഈ സാധനങ്ങൾ ഇട്ടുള്ളൂ. ഏലക്കപ്പൊടി ഒരു 1 സ്പൂൺ ഇടും. ചുക്കുപൊടി ഒരു 1 സ്പൂൺ. നമ്മള് ജീരകം പൊടിച്ചു വെച്ചു. ചെറിയ ജീരകം അതൊരു 1 സ്പൂൺ. ഇത്രയും ചേരുവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴിക്കണം. അതിൻ്റെ മണമൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ മണം വരുന്നത്. ഒന്നാം പാലം കൂടെ ചേർക്കും. 1 പാൽ തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ട് 1 പാൽ. നമ്മളെ നെയ്യ് ഒഴിച്ചിട്ട് അത് ആദ്യം തേങ്ങ കൊത്തും ഉള്ളിയാണ് എണ്ണ വെച്ചത്. അന്ന് വഴിക്കും ഇല്ല അതൊന്ന് വറുത്തു പോലെ.
തേങ്ങ നല്ല ഈ പരുവത്തിൽ നോക്കുന്നുണ്ട്. ഞണ്ടിപ്പല്ല വേണ്ടു നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി മുന്തിരിക്കൊക്കെ നല്ല ചുവന്നിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഈ ഇളം ചുവപ്പേ വരാം. അപ്പം എല്ലാം ഒരേ കറക്റ്റ്. ആദ്യം തേങ്ങ വറുത്ത് കഴിയുമ്പോൾ അണ്ടിപ്പല ഇടുമ്പോൾ അതൊരു നല്ല നമ്മൾ ഇതൊരു വ്യത്യാസം. നമ്മുടെ നല്ല അടപ്രഥമം നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് സൂപ്പർ എല്ലാ അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല കറക്റ്റ് മധുരവും കറക്റ്റ്. നമ്മൾ 400 ഗ്രാമിന് മുക്കാൽ കിലോ ഉണ്ട് ശർക്കര ഉണ്ടാവും. അത് ചേർത്ത് അത് കറക്റ്റ് ആവും. അങ്ങനെ നമ്മുടെ പ്രഥമൻ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ അടപ്രഥമൻ നല്ല അടിപൊളി സാധനം. ഊണൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനുള്ള അടപ്രഥമൻ നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ എളുപ്പ വഴിയിൽ തയ്യാറാക്കാം. നമ്മൾ അട പുഴുങ്ങിയൊന്നും വെള്ളത്തിലൊന്നും ഇട്ടില്ല. അട പുഴുങ്ങി അതോടുകൂടി ശർക്കര വെച്ച് ഈ പായസം നമ്മൾ പുഴുങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. മറ്റേ ശർക്കര പുഴുങ്ങി വെച്ചിട്ട് അതിനകത്ത് വെള്ളം തണുത്ത വെള്ളത്തിൽ ഇടുമ്പോൾ വെള്ളത്തിൻ്റെ ഇത് വരും. ഇതാകുമ്പോൾ അതൊന്നും ഇല്ല. തിളച്ച വെള്ളത്തിൽ ഇത് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് സൂപ്പറായിട്ടായിട്ടുണ്ട്. എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ചാനലിൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.